ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ഗ്രീൻ കളറിലെ ഒരു ഗ്രിൽഡ് ചിക്കനാണ്. അതായത് നമ്മുടെ പാനിൽ വെച്ച് നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കി എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ ഇത് അധികം ഓയിലൊന്നും വേണ്ട. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് നമുക്ക് 1 കിലോളം ചിക്കൻ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എണ്ണയൊക്കെ ഇപ്പോൾ അധികം ആൾക്കാർക്ക് വേണ്ടാത്തൊരു സംഭവമാണ്. എല്ലാവരും എണ്ണ ഇല്ലാത്ത എന്ത് ആഹാരം നോക്കി അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതിൻ്റെ മസാലയാണ് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് എരിവ് കുറച്ച് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വലിയ പീസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചിക്കൻ 1 കിലോ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി മല്ലിയില, പച്ചമുളക്, ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എടുത്ത സംഭവങ്ങൾ ദാണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. ദാണ്ട് ചെറിയ ജാറിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി എന്തായാലും ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് ഞാനൊരു 5-6-7-8 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഇഞ്ചി ഒരു 3-4 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർക്കണം കേട്ടോ. വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഗരം മസാല പൊടി അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ്, അതാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത്. പിന്നെ തൈര്, ഒട്ടും തന്നെ പിന്നെ വെള്ളമായിട്ടിരിക്കുന്ന തൈരുണ്ടല്ലോ, ഇല്ല വെള്ളം ഒട്ടും ഇല്ലാതെ കുറച്ച് തൈര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കണം കേട്ടോ. അപ്പോൾ ആ തൈര് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയി. അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ വേഗം എടുത്തു വെച്ച സാധനം കണ്ടു, ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അപ്പോൾ നമുക്കിനി കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഏതാണ്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് മതിയാകും, 1 ഇതള് 2-3 ഇതള്. ഇതാ നല്ലതുപോലെ അരച്ചെടുത്ത മിക്സാണ് ഇത്. അപ്പോൾ ഇത് ചേർത്ത് നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഒരു 2-3-4 മണിക്കൂറോളമൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള വിഭവങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ, അതായത് നമ്മളിപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എടുത്ത് പുറത്തിട്ട് ഇതിൻ്റെ തണുപ്പൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കി നമുക്ക് ഫ്രീസറിലല്ലാതെ താഴെ അങ്ങ് വെച്ച് കൊടുക്കുക. വൈകുന്നേരം എടുത്ത് ഇതിനെ അടച്ചതാ ഞാൻ എല്ലാം മസാല തേച്ച് അടച്ച് ഇനി ഫ്രിഡ്ജിലോട്ട് മാറ്റുകയും ചെയ്യുന്നത്. വൈകുന്നേരം എടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് നല്ല എരിവൊക്കെ പിടിച്ച് നന്നായിരിക്കും. ഞാൻ ഇത്ര ഓയിലേ ചേർക്കുന്നുള്ളൂ. ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഈ 1 കിലോ ചിക്കൻ ഫ്രൈക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഓരോ ഭാഗത്തുനിന്നും ഇതുപോലെ ചിക്കൻ എടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നിറച്ചും വയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ 1 കിലോ ചിക്കനും ഇതിൽ മൊത്തമായിട്ട് പാനിലെല്ലാ ഭാഗത്തും നിൽക്കുന്ന പരുവത്തിന് വെക്കണം. അപ്പോൾ ഇതിപ്പോഴൊന്നും അടച്ചു വെക്കണ്ട, ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നല്ലൊരു ചിക്കൻ നല്ല ഗ്രില്ലായിട്ട് തന്നെ കിട്ടും. ഒട്ടും എണ്ണയും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇതുപോലെ ചിക്കനെ എല്ലാ ഭാഗത്തും ആക്കി വെച്ച് കൊടുക്കുക. എപ്പോഴും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലുള്ള റെസിപ്പീസും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ കണ്ടല്ലോ, എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ കുറേ ചുരുങ്ങുമല്ലോ, അപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ആവും. അതാണ്ട് ഇനി ഈ അരപ്പിനെ ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇപ്പോഴൊന്നും ഇത് ചേർത്ത് കൊടുക്കില്ല. അതാണ്ട് ഇതുപോലെ ആവശ്യത്തിന് ഇതിൽ ചേർത്തതിന് ശേഷം ഇനി ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ, 1 സ്പൂണോളമേ ഉള്ളൂ, അത് മാറ്റി വയ്ക്കണം. ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും ചെറിയതായിട്ടൊന്നും മൊരിയുന്ന പാകത്തിനാക്കണം. ഇത് വെന്തിട്ടില്ല, അത് വേവുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മൊരിവ് ഇതുപോലെ ആവുന്ന സമയത്തിന് മറിച്ചിട്ട് കൊടുക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ പീസും ഒന്ന് തിരിച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. ചിലത് നല്ല മുരിങ്ങിയിട്ടുണ്ട്, ചിലത് അധികം മുരിങ്ങിയിട്ടില്ല. അതൊന്നും സാരമില്ല, നമുക്ക് പിന്നീട് മുരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്യണം. ഇനി ഇതേപോലെ ഈ ഭാഗവും ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കിനി തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ എല്ലാം തിരിച്ചിടണം. അടിപൊളി മണമാണ് കേട്ടോ. ഈ ഒരു സംഭവം വയ്ക്കുമ്പോൾ വീട് മൊത്തത്തിലൊരു മണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. അപ്പോൾ ചെയ്യുന്നത് മാത്രം പോരാ, എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെയെങ്കിലും അറിയിക്കണം ഇതേ റെസിപ്പി ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താണ്ട് എല്ലാ ഭാഗവും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ട് വരികയാണ്. കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഇത് ഇത്രയും കഴിഞ്ഞ് ഇനി വേറെ ഒന്നും ഐറ്റംസും വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. ഇനി നമ്മുടെ മസാല കുറച്ച് ആ പാത്രത്തിൽ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്ക് ഇതിലോട്ടൊന്ന് വഴിച്ചങ്ങിട്ട് കൊടുക്കണം കേട്ടോ. ഒരു സ്പൂണോളം വരും, എന്നാലും അതൊന്ന് കളയണ്ടല്ലോ മസാല. അപ്പോൾ ഇത് നമുക്ക് 2 സൈഡ് ഒരു വേവൊന്നും ആയിട്ടില്ല, ഇതൊന്നും മുരിഞ്ഞതേ ഉള്ളൂ നമ്മൾ 5 മിനിറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇത് ലിഡ് വെച്ച് അടച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ നമ്മുടെ ആ മസാല ചേർക്കാനുണ്ടല്ലോ എന്ന്. കുറച്ച് മസാലയല്ലേ അതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ആ മസാലയും കൂടെ ഇതിൻ്റെ മേലിലോട്ട് ചേർത്തു. കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് ഇതുപോലെ എങ്ങനെ അങ്ങ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടപ്പുണ്ട്. അടയ്ക്കണം. ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത് ഇത്ര സമയം. ഇനി ഫ്ലെയിം നല്ല അങ്ങ് കുറച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഈ കാണിക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ കിടന്നതാണ്ട് ചിക്കനൊക്കെ നല്ല വെന്ത് താണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഭാഗമൊക്കെ ഇച്ചിരി ഒന്ന് കളറൊക്കെ മാറാനുണ്ടെങ്കിൽ അതിനെ വീണ്ടും തിരിച്ച് വെച്ച് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഒരു ഭാഗമൊക്കെ അല്ലേ ആയുള്ളൂ. അടുത്ത ഭാഗം ഇതുപോലെ വീണ്ടും ഞാനൊരു 6 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ തന്നെ താണ്ട് ഇങ്ങനെ. അപ്പോൾ ഏതാണ്ട് ഒരു മൊത്തവും ഒരു 25-30 മിനിറ്റിനിടയിൽ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക. ചെറിയ പീസ് എന്നുള്ളതേ ഉള്ളൂ. വലിയ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പാൻ കുറച്ചുകൂടെ വലുതാക്കി എടുക്കണമെന്നേ ഉള്ളൂ. വലിയ പാൻ വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ എന്താണ്ട് ഇതിലോട്ട് വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല വെന്ത് ചൂട് കാരണം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അതിനെ അതുപോലെ അങ്ങ് വെച്ച് ഒരു പീസ് എടുത്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റിയൊരു ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.